ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ നാടൻ മോരുകറിയാണ്. സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി. നമുക്ക് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യക്ക് ചെന്നാൽ പുളിശ്ശേരി ഇല്ലാതെ പറ്റില്ല. അതുപോലെ നമ്മുടെ നാട്ടിൽ 90% വീടുകളിലും ഒഴിച്ചുകറി ഇല്ലാതെ പറ്റില്ല. അപ്പം ഒഴിച്ചുകറിയാണ് നമ്മളുടെ ഉച്ചയ്ക്ക് ഊണിൽ ഏറ്റവും പ്രധാനമായ ഒരു ഇമ്പോർട്ടൻ്റ് ഡിഷ്. ഒഴിച്ചുകറി ഇല്ലെങ്കിലും മാക്സിമം വീടുകളിൽ പറ്റില്ല അല്ലേ. അപ്പോൾ ചെറിയ ചെറിയ ഒഴിച്ചുകറികൾ, രസം, അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പാർ, നമ്മളുടെ പരിപ്പ് കറി, അല്ലെങ്കിൽ നമ്മളെ പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒഴിച്ചുകറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മോര്, അല്ലെങ്കിൽ രസം, അല്ലെങ്കിൽ സാമ്പാർ. ഇതാണ് കൂടുതലും എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ സദ്യക്കാണേലും അല്ലെങ്കിലും നമുക്ക് മോരുകറി എന്നും എപ്പോഴും ഉണ്ടാക്കാം. സദ്യക്ക് മാത്രമല്ല, അല്ലാതെയും ഉണ്ടാക്കാം. മോരുകറി ഉണ്ടാക്കാൻ 2-3 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഒന്ന്, കൊളസ്ട്രോൾ ഫ്രീ ആയിട്ട് നമുക്ക് തേങ്ങ ഒട്ടുമില്ലാതെ ബാച്ചിലേഴ്സ് സ്പെഷ്യൽ മോരുകറി ഉണ്ടാക്കാം, ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട്. അത് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 2, നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് പോലെ തേങ്ങ അരച്ച പുളിശ്ശേരി നമ്മൾ ഉണ്ടാക്കാം. മൂന്നാമത്, നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട്, കുമ്പളങ്ങ ആഡ് ചെയ്തിട്ട് മോരുകറി ഉണ്ടാക്കും. ചിലർ വേറെ വെജിറ്റബിൾസും ആഡ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു മോരുകറിയിൽ. അപ്പം നമ്മളുടെ സദ്യക്കൊക്കെ കിട്ടുന്ന പുളിശ്ശേരി ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന പുളിശ്ശേരി നോർമലി നമ്മൾ കഷ്ണങ്ങൾ അങ്ങനെ ആഡ് ചെയ്യാറില്ല. പക്ഷേ ചിലരൊക്കെ ഒന്നുകിൽ ടൊമാറ്റോ ആഡ് ചെയ്ത് മോരുകറി ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ കുമ്പളങ്ങ ആഡ് ചെയ്തും മോരുകറി ഉണ്ടാക്കാറുണ്ട്. 2 രീതിയിലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തേങ്ങ അരച്ച നമ്മളുടെ നാടൻ മോര് കാച്ചിയത് നമ്മളുടെ പുളിശ്ശേരി, നമ്മളുടെ സദ്യക്കൊക്കെ കിട്ടുന്ന പുളിശ്ശേരി. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് ഞാനിവിടെ ഇച്ചിരി കട്ടിക്കാണ് ഇപ്പം അടിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി വെച്ചിരിക്കുകയാണ്, ലംസ് ഒന്നും ഇല്ലാതെ കട്ടിക്ക്. അപ്പം മോരുകറി ഉണ്ടാക്കാനുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മോരിനേക്കാളും വേറെ ഒരു മോരും എങ്ങും കിട്ടൂല. മോരുകറി ഉണ്ടാക്കാൻ പെർഫെക്റ്റ് നാട്ടിൽ കിട്ടുന്ന മോര് തന്നെയാണ്. കാരണം നാട്ടിൽ കിട്ടുന്ന മോരും കൊണ്ട് നമ്മൾ മോരുകറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക സ്മെല്ലും ഒരു പുളിയും ഒക്കെയാണ്. അതേസമയം നമുക്കിവിടെ വിലക്ക് കിട്ടുന്ന പാക്കറ്റിൽ വാങ്ങുന്ന മോര്, ഇതും കൊണ്ടുണ്ടാക്കിയാൽ ഒരിക്കലും മോരുകറിക്ക് പുളി വരൂല. അത് നമ്മൾ എന്ത് ചെയ്താലും വരൂല ആ പുളി. പക്ഷെ നാട്ടിൽ കിട്ടുന്ന മോര് നമ്മൾ ഇപ്പൊ വാങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴും അതിന് പുളിയായിരിക്കും. പുറത്ത് വെച്ചേക്കാൻ പറ്റത്തില്ല നാട്ടിൽ കിട്ടുന്ന മോരൊക്കെ ആണെങ്കിലും. നാട്ടിൽ കിട്ടുന്ന മോര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൈര് പാക്കറ്റൊക്കെ വാങ്ങാൻ കിട്ടുന്നത് നമ്മൾ അതുകൊണ്ട് മോരുകറി ഉണ്ടാക്കിയാൽ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അത്ര പുളിയാകും. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റുമാണ് അല്ലേ. അപ്പൊ ഇവിടെ കിട്ടുന്ന മോരും കൊണ്ട്, നമുക്ക് ഈ പുളിപ്പില്ലാത്ത മോരും കൊണ്ട് കുറച്ച് പുളിയോടൊക്കെ മോരുകറി ഉണ്ടാക്കണമെങ്കിൽ നമ്മളുടെ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അത് ഒരു ദിവസം മുന്നേ നമ്മളുടെ റൂം ടെമ്പറേച്ചറിൽ പുറത്തെടുത്ത് വെക്കുക. അത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നുണ്ടാക്കുന്ന മോരുകറി റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് നാളെ യൂസ് ചെയ്യുക. ഫ്രിഡ്ജിൽ വെക്കരുത്, അപ്പം പുളിക്കത്തില്ല. അപ്പൊ ഇന്ന് മോരുകറി ഉണ്ടാക്കിയിട്ട് പുറത്ത് റൂം ടെമ്പറേച്ചറിൽ കിച്ചണിൽ തന്നെ വെച്ചാൽ നാളെ യൂസ് ചെയ്യുവാണെങ്കിൽ അതിന് കുറച്ച് പുളി വരും. പക്ഷെ എങ്കിലും ഉള്ള സത്യം പറഞ്ഞാൽ നാട്ടിൽ കിട്ടുന്ന ആ മോരിന്റെ പുളിയോ ടേസ്റ്റോ വരില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ആദ്യം നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈര് നമ്മളുടെ ഒന്ന് ഉടച്ചു വെക്കുക നല്ലതുപോലെ. അപ്പം നിങ്ങൾക്ക് മോരുകറി ഇച്ചിരി കട്ടിക്ക് ഉണ്ടാക്കാം, തിക്കായിട്ട്. അപ്പൊ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമായിട്ടും ഉണ്ടാക്കാം. 2 രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പിടി തേങ്ങ. മോരുകറിക്ക് തേങ്ങ ഒരുപാട് ആവശ്യമില്ല, അപ്പോൾ ഒത്തിരി തേങ്ങ അങ്ങ് അരയ്ക്കാതിരിക്കുക. നമ്മൾ ഏത് മോരുകറി ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോരുകറിക്ക് ഒന്നുകിൽ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരല്പം തേങ്ങ മതി. നമ്മൾ കാളനൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലൊന്നും വേണ്ട. നമ്മൾ കാളനൊക്കെ ഉണ്ടാക്കുന്നതാണ്, ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സദ്യ സ്പെഷ്യൽ കാളനൊക്കെ കേട്ടോ. നമ്മൾ ഒരുപാട് കട്ടിക്കാണ് ഉണ്ടാക്കുന്നത് അല്ലേ സദ്യ സ്പെഷ്യൽ കാളനൊക്കെ. അപ്പം അതിന് നമുക്ക് കട്ടി കുറച്ചുണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഇത് മോരുകറിക്ക്, നമുക്ക് പുളിശ്ശേരിക്ക് നമുക്ക് ഇച്ചിരി കട്ടി കുറച്ചിട്ടുണ്ടാക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 പിടി തേങ്ങ, ഒരു എരിവുള്ള പച്ചമുളക്. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുളക് കൂടെ ചേർക്കാവുന്നതാണ്. ഒരു കുഞ്ഞ് 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഓക്കെ, ഞാൻ ഇവിടെ ചേർക്കുന്നത് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി. സാധാരണ നമ്മൾ സദ്യക്ക് പോകുമ്പോൾ അവിടെ കഴിക്കുന്ന മോരുകറിക്കും നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന മോരുകറിക്കും തമ്മിൽ ചെറിയ ഒരു മണത്തിന്റെയും ടേസ്റ്റിന്റെയും വ്യത്യാസം വരാറില്ലേ. ചില നാട്ടിലോട്ടൊക്കെ ഈ ഇഞ്ചി അവർ കടുക് വറക്കുമ്പോഴൊന്നും ഇടാറുണ്ട്. ചില നാട്ടിലോട്ടൊക്കെ ഇതൊന്ന്, അതായത് ചില സ്റ്റേറ്റ്സിലോട്ടൊക്കെ ഇത് അരയ്ക്കും അവര്. അപ്പോൾ ഒരുപാട് ഇഞ്ചി ആകരുത്. ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാനിവിടെ ആഡ് ചെയ്യാൻ പോണത് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. അതെന്തിനെന്ന് വെച്ചാൽ ചിലർ ഉലുവ കടുക് വറക്കുമ്പോൾ പൊട്ടിക്കാറുണ്ട്.
ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഉലുവ പൊടിച്ചത് മോരിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും. ആ മോരിന് ഭയങ്കര ടേസ്റ്റാണ്, ഒരു സ്പെഷ്യൽ മണവും ഒരു നല്ല കൊഴുപ്പും കട്ടിയും ഒക്കെയാണ്. ഉലുവപ്പൊടി നിങ്ങൾ ചേർക്കാറില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ മോര് കാച്ചിയത് അല്ലെങ്കിൽ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അല്ലെ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് നോക്കുക. അതിൽ കൂടുതൽ ഇടരുത്, ചെറുതായിട്ട് കഴിക്കും. ഇതിലോട്ട് നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം വെള്ളം ഒന്ന് ആഡ് ചെയ്തു. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് നല്ലൊരു വെണ്ണ പോലെ അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറക്കാനായിട്ട് വേണ്ടത് ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1-2 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 2-3 ഷാലറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ നമുക്ക് കടുക് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് മോര് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് തന്നെ നമുക്ക് ഈ അരച്ച അരപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേങ്ങയ്ക്ക് ഒരു പച്ചമണം കാണൂലേ, നമ്മള് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ചേണ്ടേ. അപ്പൊ ഇത് തിളപ്പിക്കണ്ട, അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് നമുക്ക് മോര് കറിക്ക് ചേർക്കാൻ ആവശ്യമുള്ള വെള്ളം ഒന്ന് കുറച്ച് ചേർക്കാം. ഒരുപാട് ചേർക്കണ്ട, കുറച്ച് വെള്ളം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം അരപ്പിലോട്ട്. നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്താൽ മതി. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ തേങ്ങയൊന്നും കേട്ടോ, അതൊന്നും പച്ചമണം മാറട്ടെന്ന് കരുതി. അപ്പൊ നമുക്ക് ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്താൽ മതി രണ്ടും കൂടെ. ഈ തൈരങ്ങ് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള മോര് കറിയാണിത് ഒരുവിധം. അപ്പം ഇത് തിളക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. തീ കുറച്ച് വെക്കുക. ഇതൊരു ശരിക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. യാതൊരു കാരണവശാലും തിളക്കരുത്. ഇതൊന്ന് ചൂടാകുകയേ ചെയ്യാവൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമായിട്ടും ഉണ്ടാക്കാം. ഈ ഒരു കട്ടിക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിലും കട്ടിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതൊന്ന് ചെറുതായിട്ട് ചൂടാകട്ടെ, ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഈ സമയത്ത് കുറച്ച് ഉപ്പൊന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പ് കൂടി പോകരുത്. അപ്പോ നമ്മളുടെ മോര് കറിയുടെ പുളിശ്ശേരിയുടെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ചെറുതായിട്ട് അതിന്റെ ആദ്യം അങ്ങനെ ആവി വന്നു തുടങ്ങി. ഒരു 3-4 മിനിറ്റ് ആയി ലോ ഫ്ലെയിമിൽ കേട്ടോ. അപ്പൊ ഇത് ഞാനങ്ങ് മാറ്റുകയാണ്, അല്ലെങ്കിൽ തിളയ്ക്കും. ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് തന്നെ കടുക് വറക്കാനായിട്ട് ഒരു പാൻ വെക്കുക. ഒരു കടുക് വറക്കാനൊക്കെ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ മതി കേട്ടോ കടുക് വറക്കുമ്പോഴൊക്കെ. കഴിയുന്നത് ഓയിൽ ഐറ്റംസുകളൊക്കെ കുറച്ച് ഉപയോഗിക്കുക. എവിടെയൊക്കെ എണ്ണ കുറച്ച് യൂസ് ചെയ്യാമോ അവിടെ എല്ലാം എണ്ണ കുറച്ച് യൂസ് ചെയ്യുക. പേഴ്സണൽ ഒരു ടിപ്സ് ആണ് ഈ പറയുന്നത്. വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്തോളൂ കേട്ടോ. ഒരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പൊ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഉള്ളി ആദ്യം ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. മുളക് ഞാൻ പിന്നീട് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം മുളക് ഇപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പൊ ഇതൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ 1 to 2 മിനിറ്റ് എടുക്കും ഇതൊന്ന് ബ്രൗൺ ആകാന്. ഈ മുളക് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയിലൊക്കെ വെള്ളമൊന്നും ഉണ്ടായിരിക്കരുത്, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ളു മുളക് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എണ്ണയിലോട്ട്. എന്തിനെന്ന് പറഞ്ഞാൽ ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല ഇടണമെന്ന് കേട്ടോ. നമ്മൾ ആ കറിയുടെ പുറത്ത് ഇങ്ങനെ ഒന്ന് ഒഴിക്കത്തില്ലേ, അപ്പോൾ ഒരു കളറ് കിട്ടും. അതിനാ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഒരല്പം മോര് കറി ഇതിലോട്ട് ഒഴിച്ചിട്ട് തിരിച്ചൊഴിക്കുക. അപ്പൊ നമ്മളുടെ അടിപൊളി ടേസ്റ്റി പുളിശ്ശേരി ഇവിടെ ആയിട്ടുണ്ട്. ഈ മുളക് പൊടി ആഡ് ചെയ്തത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാ, ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യണമെന്ന് ഒരു അത്യാവശ്യമില്ല. അതൊക്കെ അവനവന്റെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പം നമ്മളുടെ നല്ല ഒരുവിധം കട്ടിയുള്ള മോര് കറി അല്ലെങ്കിൽ പുളിശ്ശേരി, സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കടുകൊക്കെ വറുത്തയല്ലേ, ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാട്ടെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. കാരണം അപ്പൊ ഇതിന്റെ ആ സ്മെല്ലെല്ലാം അതിലോട്ടൊന്ന് പിടിക്കും, മണമൊക്കെ. ഓക്കെ,
ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ ഇന്നത്തെ ഈസി ആൻഡ് സിമ്പിൾ നമ്മളുടെ നാടൻ പുളിശ്ശേരി, മോര് കൊണ്ടുള്ള വെജിറ്റബിൾസ് ഒന്നും ഇടാത്ത നമ്മളുടെ നാടൻ സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും ഡെയിലി ഉണ്ടാക്കുന്ന ഒന്നുമാണ്, സ്പെഷ്യലായിട്ടൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഇഞ്ചി ആഡ് ചെയ്യുന്നതേ ഉള്ളൊരു വ്യത്യാസം, അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വലിയ വ്യത്യാസം ഉണ്ടെന്ന്. സോ ഹോപ്പ് എവരിവൺ ലൈക്സ് ടുഡേസ് സിമ്പിൾ അവർ സദ്യ സ്പെഷ്യൽ കർഡ് കറി. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ തരാവുന്നതാണ് കമന്റ്സ് ബോക്സിൽ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി. താങ്ക് യു.